ഓർഡർ അവകാശ ലംഘന പ്രശ്നങ്ങൾ. പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റി എന്നിവ സംബന്ധിച്ച സമിതിയുടെ പരിശോധനയ്ക്കായി റഫർ ചെയ്തിട്ടുള്ള അവകാശ ലംഘന നോട്ടീസ് 2023 ഡിസംബർ 4-5 തീയതികളിൽ നാട്ടിക നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ് എന്ന വേദിയിൽ സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങളെ താളം തിരിക്കുന്ന തരത്തിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷൻ ശങ്കറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ക്രമവിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംഘാടക സമിതി ചെയർമാനായിരുന്ന ശ്രീ CC മുകുന്ദൻ MLA സമർപ്പിച്ച പരാതിയിന്മേൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് തൃപ്തികരമാത്ത സാഹചര്യത്തിൽ പ്രസ്തുത പരാതി കേരള നിയമസഭയുടെ നടപടിക്രമവും കൃത്യനിർവഹണവും സംബന്ധിച്ച ചട്ടം 159 അനുസരിച്ച് അന്വേഷണത്തിനും റിപ്പോർട്ടിനുമായി പ്രിവിലേജസ് എത്തിക്സ് എന്ന സംബന്ധിച്ച കമ്മിറ്റിക്ക് 20/6/2024 റഫർ ചെയ്തിട്ടുണ്ട്. ചെയറിൻ്റെ പരിഗണനയിലുള്ള അവകാശ ലംഘന പ്രശ്നങ്ങൾ. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളന കാലയളവിൽ 10/6/2024 2024 കേരള പഞ്ചായത്ത് രാജ് 2ാം ഭേദഗതി ബിൽ, 2024 കേരള മുനിസിപ്പാലിറ്റി 2ാം ഭേദഗതി ബിൽ എന്നിവ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാതെ സഭ ചർച്ച കൂടാതെ പാസാക്കിയ വിഷയത്തിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണവും എക്സൈസ് പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി മാധ്യമങ്ങളോട് പ്രതിപക്ഷത്തിൻ്റെ സമ്മതത്തോടു കൂടിയാണ് പ്രസ്തുത ബിൽ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാത്തത് എന്ന വസ്തുതാവിരുദ്ധമായ പ്രസ്താവന നടത്തിയെന്നും ആയതിനാൽ ബഹുമാനപ്പെട്ട മന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീ PC വിഷ്ണുനാഥ് MLA 19/6/2024 സമർപ്പിച്ച നോട്ടീസ്. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളന കാലയളവിൽ 3/7/2024 രാത്രി ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാധാനപരമായ പ്രതിഷേധ നടപടികളുമായി തുടർന്ന് തനിക്കും കൂട്ടർക്കുമെതിരെ SFI പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായപ്പോൾ സംഭവസ്ഥലത്ത് ഡ്യൂട്ടിയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആക്രമണം തടയാൻ യാതൊരു ശ്രമവും നടത്താതെ കൃത്യനിർവഹണത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയതും വസ്തുതകൾ വളച്ചൊടിച്ച് തനിക്കെതിരെ കേസെടുത്തതും നിയമസഭാംഗം നിലയിൽ തനിക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ ലംഘനമായി കണക്കാക്കി പ്രസ്തുത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അവകാശ ലംഘനത്തിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ ചാണ്ടി ഉമ്മൻ MLA 4/7/2024 സമർപ്പിച്ച നോട്ടീസ് എന്നിവ ചെയറിൻ്റെ പരിഗണനയിലാണ്.